നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS എന്ന് നോക്കാം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ജി പി എസ് ഘടിപ്പിച്ച അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS എന്ന് നോക്കാം. ആദ്യം ഇത് പഠിച്ചു വെക്കുക. എന്താണ് GPS? എന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് GPS. എന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് GPS എന്ന് പറയുന്നത്. അപ്പോൾ GPS-ൻ്റെ പൂർണ്ണ രൂപം പഠിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് GPS. ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനം, അതിൻ്റെ ഉയരമൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണെന്ത്? GPS എന്ന് പറയുന്നത്. ഒരു വസ്തു അത് ചലിക്കുന്ന വസ്തുവാണെങ്കിൽ അതിൻ്റെ സ്ഥാനം, സഞ്ചാര ദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയൊക്കെ എന്താ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ ഈ ഒരു സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിമാനം. ആ വിമാനത്തിൻ്റെ സ്ഥാനം, അത് പറക്കുന്ന ഉയരം എത്രയാണ്, അതിൻ്റെ ദിശ എന്താണ്, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ അതിനെടുക്കുന്ന സമയം എന്താണ്, ഇതൊക്കെ കണ്ടെത്താൻ നമുക്ക് ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിലൂടെ, ഈ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കും. അപ്പോൾ എന്താണ്? ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനം, അതിൻ്റെ ഉയരം എന്നിവ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS. ആ വസ്തു ഇനി സഞ്ചരിക്കുന്ന വസ്തുവാണ് അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണെങ്കിൽ അതിൻ്റെ സ്ഥാനം, സഞ്ചാര ദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയൊക്കെ കൃത്യമായിട്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് നമ്മളിങ്ങനെ ഒരു വിമാനത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അപ്പോൾ ആകാശത്തിലേക്ക് നോക്കുന്ന ഒരു ശീലം ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാവും അല്ലേ. ഒരു വിമാനത്തിൻ്റെ ശബ്ദം കേട്ടാൽ നമ്മളൊന്ന് നോക്കും. അത് ചെറിയ കുട്ടികൾ മുതൽ പ്രായഭേദമന്യേ മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലൊരു വിമാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനവും പറക്കുന്ന ഉയരവും അതിൻ്റെ ദിശയും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് അതെടുക്കുന്ന സമയവും ഒക്കെ കൃത്യമായിട്ട് കണ്ടെത്താനായി നമുക്ക് ഈ GPS ഉപയോഗിച്ച് സാധിക്കും. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിച്ച് സാധിക്കും. വിമാനങ്ങളും കപ്പലുകളും അതുപോലെ തന്നെ ഒട്ടുമിക്ക വാഹനങ്ങളിലും GPS സംവിധാനം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കൂട്ടം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത്. എങ്ങനെയാ? ഒരു കൂട്ടം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ GPS സംവിധാനം പ്രവർത്തിക്കുന്നത്. വിമാനമായിക്കോട്ടെ, കപ്പലുകളിലായിക്കോട്ടെ, ഒട്ടുമിക്ക വാഹനങ്ങളിലായിക്കോട്ടെ ഇപ്പോൾ ഈ GPS സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്.